അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വിശേഷമാണ്. അപ്പം ഒന്നാമത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എല്ലാവർക്കും അറിയാവോ ഇല്ലയോ എന്ന്, ഒരു നല്ല കറി, അങ്ങനെ ആരും വെച്ചിട്ടില്ലാത്ത ഒരു കറിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ആരും എന്നെ തല്ലരുത് കേട്ടോ. അപ്പൊ ആ നല്ല ഒരു കറിയുടെ റെസിപ്പി ഉണ്ട് ഇന്ന്, അതെല്ലാവരും നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടുപിടിച്ച കറിയൊന്നുമില്ല, വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിനകം നമുക്ക് ശരിയാക്കി നമ്മുടെ വിരുന്നുകാരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ഇന്നിട്ടിട്ടുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും കല്യാണത്തിനോ റിസപ്ഷനോ ഒക്കെ പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നിൽക്കും. അയ്യോ, അപ്പൊ ചിലവർ കേട്ടോ, എല്ലാവരും കൊണ്ടും ഫേസ് പാക്ക് ഇട്ടുകൊണ്ട് പോകുന്നവരാണെന്ന് ഞാൻ പറയത്തില്ല, ചിലവർ. അപ്പൊ ഈ ഇട്ടുകൊണ്ട് പോകുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ഇപ്പൊ ഇട്ടുകൊണ്ട് പോകാത്തവരുണ്ടെങ്കിൽ അവർക്കും ചെയ്യാം, അവരും ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അയ്യോ, ഏത് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഇന്ന് റിസപ്ഷന് പോകണം അല്ലെങ്കിൽ കല്യാണത്തിന് പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നവരോട് ഞാൻ പറയുവാണ്, ഇന്നത്തെ എൻ്റെ ഫേസ് പാക്ക് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ പാക്ക് അപ്ലൈ ചെയ്തോളൂ. നല്ല മുഖത്തിന് നല്ല മാറ്റം കിട്ടും, 100% ഉറപ്പാണ്. ഇത് കണ്ടോ, ഞാനിപ്പോൾ അത് ആ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. ഇത് കണ്ടോ, മുഖം നമ്മുടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്ക് ഇതാണ് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ ഈ 2 വിശേഷങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബാ, എല്ലാവരും ബാ, നമുക്ക് കണ്ടിട്ട് വരാം വിശേഷങ്ങളൊക്കെ അല്ലേ. രാവിലെ പുട്ടാണ്, പുട്ടൊക്കെ ഉണ്ടാക്കി. ഇനി പുട്ടും പപ്പടവും പഴവുമാണ്. അപ്പം പപ്പടവും കാച്ചേക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഉച്ചയ്ക്ക് തീയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് തീയലിൻ്റെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തീയലിനകത്ത് വേറെ ഒന്നും പ്രത്യേകിച്ച് ഞാൻ ഇടുന്നില്ല. പച്ചമുളകും ഉള്ളിയും മാത്രം ഇട്ട് വഴറ്റി തീയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയും വഴറ്റി കഴിഞ്ഞു, തേങ്ങയും വറുത്ത് വെച്ചു. ഇനിയിപ്പോൾ തീയലിൻ്റെ പരിപാടി 3/4 ഭാഗത്തോളം കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. അപ്പം എല്ലാവർക്കും രാവിലത്തെ ഫുഡൊക്കെ ആയോ? ഇനി പപ്പടം കൂടെ ഒക്കെ ഒന്ന് കാച്ചെടുക്കട്ടെ. കണ്ടോ, രാവിലെ തന്നെ അടിപൊളി മഴയാണ്, ഭയങ്കര മഴ കേട്ടോ. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, തുമ്പിക്കൈ വണ്ണത്തിലൊക്കെ മഴ പെയ്യുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലത്തെ മഴയാണ് കേട്ടോ. ചിലപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് തോർന്നിട്ട് വെയിൽ തെളിയും. പക്ഷെ ഇത് അടിച്ച് പൊളിച്ചങ്ങ് പെയ്യുവാ കണ്ട. ഇന്നലെ അങ്ങനെ മഴ പെയ്തതേ ഇല്ല കേട്ടോ. ഇന്ന് രാവിലെ തന്നെ മഴയാണ്. പക്ഷേ വെളുപ്പിനെ ഒന്നും ഇല്ലായിരുന്നു. രാവിലെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ, സൂപ്പർ മഴ. എന്നാലും ഞാൻ വകയൊന്നും വെച്ചില്ല. ഞാൻ കുടയും പിടിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് ഇപ്പം വന്നേ ഉള്ളൂ. അപ്പൊ ഇനി റെസ്റ്റ് ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറി. അപ്പൊ ഇന്നലെ നമ്മൾ വെച്ച മീനിന്റെ കുറച്ച് ഇരിപ്പുണ്ട്, വറുത്ത മീൻ്റെയും ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ അത് 2 പിന്നെ രസവും ഒരു കറിയും ഉണ്ട്. എങ്കിലും ഞാൻ വിചാരിച്ചിട്ട് തീയൽ വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് തീയലൊക്കെ റെഡിയായി. ഇതിനകത്ത് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല, ഒരു ഉള്ളിത്തീയലാണ് കേട്ടോ, ഉള്ളിത്തീയലാണ്. ഇപ്പൊ തീയലൊക്കെ റെഡിയായി. ഇനി ഒരു ശക്കലം കൂടെ പറ്റിയാൽ മതി. ഇനിയിപ്പം തീയലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ, അതുകൊണ്ടാണ് കാണിക്കാൻ. അപ്പൊ ഇന്ന് ഞാൻ വേറൊരു സ്പെഷ്യൽ കൂട്ടാൻ വെക്കുന്നുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. വലുതായിട്ടൊന്നുമില്ല, ഞാനത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് ആർക്കെങ്കിലും ഒക്കെ അറിയാവുന്നവർ കാണും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എല്ലാ കറിയും മിക്കവർക്കും അറിയാം, ചിലവർക്കൊക്കെ അറിയാൻ വയ്യാത്തവരുണ്ട്. അപ്പൊ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ. സൂപ്പറാണ്. അപ്പൊ ഞാനിപ്പോ കാണിച്ചു തരാം. തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ മറ്റേ നമ്മുടെ ആ ചോപ്പറല്ലേ അതിനകത്ത് വെച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണിത്. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് തൈരും എടുത്തിട്ടുണ്ട്. ഞാനിതേതോ ഒരു ചാനലിൽ കണ്ടതാട്ടോ, ഞാൻ ഓർക്കുന്നില്ല ചാനൽ ഏതാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ചെയ്ത് നോക്കണമെന്ന്. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്,
അപ്പം ഞാനിപ്പോൾ ഇന്നിത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനടുത്ത് കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം തൈര് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ തൈരിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ, എന്നാലേ അതിന് കാണുമ്പോഴാണേലും ഒരു ഭംഗിയുള്ളൂ, കഴിക്കുമ്പോഴാണേലും ഒരു സുഖമുള്ളൂ അല്ലേ. ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. പച്ചമുളക്, കറിവേപ്പില എൻ്റെ കയ്യിൽ ശകലം ഉള്ളായിരുന്നു കേട്ടോ, അത് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് മാത്രം പിന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിപ്പം നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്യുക. കണ്ട, നന്നായിട്ട് മിക്സ് ചെയ്യണം. കണ്ടോ, തൈരും ക്യാരറ്റും പച്ചമുളകും പിന്നെ എന്തുമായിരുന്നു ഇഞ്ചിയും എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റോ എല്ലാം അവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. ഇനി അടുത്ത പരിപാടി നമുക്ക് നോക്കാം. ഇത് അടയ്ക്കാനൊരു പാത്രം നോക്കട്ടെ. ചീനച്ചട്ടിയിൽ, എന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങളാണ് പറയുന്നത്. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ടു. കടുക് പൊട്ടി 2-3 വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുക. വറ്റൽ മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇത് എടുത്തു വച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി, ഒരു മീഡിയം ടൈപ്പ് തക്കാളി, പച്ചമുളക്, ഇത്രയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ല. ഉള്ളി അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ബ്രൗൺ കളർ ആകരുത്. അതിന് മുന്നേ നമ്മൾ നോക്കണം കേട്ടോ. ഒത്തിരി ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ കൊള്ളില്ല, അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഒരുവിധം നന്നായിട്ട് വന്നാൽ മതി. ഗോൾഡൻ ബ്രൗൺ കളർ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, അതുമാതിരി മതി കേട്ടോ, കൂടുതലാവരുത്. അപ്പം എന്താ, ഇതേപോലായി. ഇനി ഞാൻ ഇതിനകത്തോട്ട് തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് ഇതായി വരട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞൊന്നും പോകരുത്, ഒരുമാതിരി ഇതായി വരട്ടെ. നമുക്കൊന്ന് നോക്കാം. ഒന്ന് വഴണ്ടാൽ മതി, ഭയങ്കരമായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. കാണിച്ചു തരാം കേട്ടോ. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ തന്നെയല്ല, ഇത് ഉണ്ടാക്കാനായിട്ടാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് അല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യവുമാണ്. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതാ ഞാൻ പറഞ്ഞ, ഉള്ളി അങ്ങോട്ട് ഭയങ്കര ഇതായി കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മൾ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ വേറൊരു കളറായി കിട്ടും. അതുകൊണ്ട് അതിന് പോകരുത്. ഒരുവിധം നന്നായിട്ട് വഴണ്ട് വരിക. നമ്മൾ ഇഞ്ചിത്തൈര് എന്നൊക്കെ പറയത്തില്ല, ഇഞ്ചിത്തൈര് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ അതുകൊണ്ട് ക്യാരറ്റ് കൊണ്ട് തൈര് ഒഴിച്ച് വെച്ചതാണിത്. പക്ഷെ നമ്മൾ ഇഞ്ചിത്തൈരിനകത്ത് തക്കാളി ചേർക്കാറില്ല. പക്ഷേ ഇത് ക്യാരറ്റിനകത്ത് നമ്മൾ തക്കാളി ചേർക്കാറുണ്ട്. അതാണ് വ്യത്യാസം. ഒന്നുകൂടെ ഇതായിട്ട് വരട്ടെന്ന് കാണിച്ചത്. ഇപ്പം ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മളിതാ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതില്ലേ, അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഞാൻ കാണിച്ചു തരാവേ, അല്ലെങ്കിൽ കാണത്തില്ല. അതുകൊണ്ട് ചേർക്കട്ടെ. കാണിച്ചു തരാം. അപ്പം ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. കണ്ട, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, സൂപ്പറാണ്, അടിപൊളി. നമുക്ക് ഉപ്പ് നോക്കാവേ, കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല. നോക്കാം. അപ്പം നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാലോ. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടല്ലേ. അടിപൊളി അല്ലേ. നമുക്കൊന്ന് കഴിച്ചു നോക്കാവേ, ഒരിച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടേന്ന് നമുക്ക് നോക്കാം. സൂപ്പർ. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അതുപോലത്തെ അടിപൊളി ടേസ്റ്റാണ്. അറിയാൻ വയ്യാത്തവര് ഒന്നുണ്ടാക്കി നോക്കുക. വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും.
അപ്പൊ എന്റെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ. തീയൽ വെച്ചു, ഇത് വെച്ചു, പിന്നെ മീൻ്റെ ഒക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ പോരെ നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ മുഖം നല്ല പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഈ പാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ മുഖത്തിന്റെ ആ ഗ്ലോയും നല്ല ബ്രൈറ്റ്നെസ്സും എല്ലാം നമുക്ക് അപ്പം തന്നെ കിട്ടും. ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ഓർക്കുമല്ലേ, ഏത് പാക്ക് ഇട്ട് കൊടുത്താലാണ് നമ്മുടെ മുഖം ഒന്ന് നല്ല ഭംഗിയായിട്ടൊക്കെ കിട്ടുന്നേ എന്ന് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. അപ്പൊ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. അതുമല്ല, ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് സമയം പോലും വേണ്ടതാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും സമയം എല്ലാവർക്കും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കുറേ സമയങ്ങളൊന്നും ഇതിനു വേണ്ടി കളയാൻ ആർക്കും ഇല്ല. അതുകൊണ്ട് ഉടനാട്ടി നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. അപ്പം കല്യാണത്തിനോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ പോകേണ്ടവര് ഒട്ടും സംശയിക്കേണ്ട. ഞാൻ ഈ പറയുന്ന പാക്ക് തന്നെ ഇട്ടാൽ ധാരാളം മതിയാകും. നമ്മുടെ മുഖത്തെ ആ ബ്രൈറ്റ്നസ് ഒക്കെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് കാണിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതിനു മുന്നേ നമ്മുടെ ടിപ്സ് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പറയണം ഇത് കൊള്ളാമോ ഇല്ലയോ. എന്നിട്ട് നിങ്ങൾ തന്നെ ചെയ്യണം. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടണം. എന്നാൽ മാത്രമേ പറഞ്ഞു തരുന്ന എനിക്കും ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ, യൂസ് ചെയ്യുന്ന നിങ്ങൾക്കും. മനസ്സിലായോ? അപ്പൊ ഉടനായിട്ട് റിസൾട്ട് കിട്ടുന്ന നല്ല ഒരു പായ്ക്കാണിത്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫംഗ്ഷനൊക്കെ പോകേണ്ടപ്പോൾ ചെയ്യാം. ഇനിയിപ്പോൾ ഫംഗ്ഷനൊന്നും പോയില്ലെങ്കിലും നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴോ അങ്ങനെ വല്ലതും ചെയ്യാം കേട്ടോ. ആഴ്ചയിലോ എങ്ങനെയാന്ന് വെച്ചാൽ സൗകര്യം. പക്ഷെ എന്നും ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ ഇത് നാച്ചുറലായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ തലേദിവസം ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം അതിന്റെ എഫക്റ്റ് നിൽക്കും. പക്ഷെ ഇതങ്ങനെ നിൽക്കത്തില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, നാച്ചുറലാണ്. നമ്മൾ വേറെ ഒരു സാധനങ്ങളും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ഇപ്പം അടുത്ത ഇടയിലെങ്ങാനും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് ചെയ്യുകയും വേണ്ട. അപ്പൊ ഇവിടെ ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് അലോവേരയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് അലോവേര ഉണ്ട് കേട്ടോ. എന്റെ അലോവേരയെന്ന് ഞാനിപ്പോൾ എടുത്തോണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇത് മുഖത്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഫുള്ളിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അലോവേര, ജസ്റ്റ് അലോവേര മാത്രമേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് നമ്മുടെ മുഖത്തിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെറ്റി. പിന്നെ ഇപ്പം അലോവേര അലർജി ഉള്ളവർ വല്ലവരും ഉണ്ടെങ്കിൽ വേണ്ട കേട്ടോ. വേറെ ഞാൻ പറഞ്ഞല്ലോ, കാപ്പിപ്പൊടിയും പഞ്ചസാരയും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഇപ്പം അടുത്ത ഇടയിലൊക്കെ സ്ക്രബ് ചെയ്തവർ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പാക്ക് ഇടുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല എഫക്റ്റാണ്. നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പൊ സ്പോട്ടിൽ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. ഇത് കുറെ നേരം ഇട്ട് ഉരയ്ക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊന്ന് തുടച്ച് മാറ്റാം. നല്ല പാക്കായിട്ടോ. ഇത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുവാണ്. ഞാനിപ്പോൾ ഇഷ്ടംപോലെ പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒക്കെ ചെയ്യാം. പക്ഷെ ഇത് കുറച്ചും കൂടെ നല്ലതാണ്. സ്കിന്ന് ബ്രൈറ്റ് ആകാനൊക്കെ ഒരുപാട് നല്ലതാണ്. നമ്മളെ കാണുമ്പോൾ കഴുത്തിലും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ കഴുത്തിൽ ചെയ്ത് കൊടുക്കുന്നില്ല. കഴുത്തിൽ ഇപ്പം ഞാൻ കുടിച്ചതാണ്. ഞാൻ പറഞ്ഞില്ല, രാവിലെ അമ്പലത്തിലൊക്കെ പോയതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇനി കഴുത്തിൽ ചെയ്യുന്നില്ല, മുഖത്ത് മാത്രം ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മുഖത്തെ അഴുക്ക് എല്ലാം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അത് നന്നായിട്ട് മാറുകയൊക്കെ ചെയ്യും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മുഖത്ത് അത് കുറവാകട്ടോ, ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ ഇനി നമുക്ക് അതിനുള്ള പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് കഴുകി കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിപ്പം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഉരുളക്കിഴങ്ങിന്റെ തൊലി കളയുന്നില്ല, തൊലി കളയാതെ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുമാതിരി അരിഞ്ഞാൽ മതി കേട്ടോ.
നമുക്കിതിൻ്റെ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനായിട്ടാണ്. നല്ലോണം അരച്ചെടുത്താൽ മതി, നമുക്ക് ജ്യൂസ് ആക്കി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇപ്പം ഓടി വരാം കേട്ടോ. അപ്പം എന്താ ഇത് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും തക്കാളിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കണം എന്നില്ല കേട്ടോ, അരിച്ചെടുത്ത് ജ്യൂസാക്കി അങ്ങനെ എടുക്കണം എന്നില്ല. ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പം അതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഇതെല്ലാം ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് വേണം. ഇതിനകത്ത് ഉരുളക്കിഴങ്ങും തക്കാളിയാണ് ഞാൻ അരച്ചത് കാണിച്ചല്ലോ. ഇനിയിപ്പം ഞാൻ കുറച്ച് കടലമാവ് എടുത്തിരിക്കുന്നത്. കടലമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഫേസിന് നല്ല ഗ്ലോയും നല്ല സ്മൂത്തായിട്ടൊക്കെ സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും സ്കിന്ന്. അപ്പം നമ്മൾ ഈ പാക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ഒന്ന് പയ്യനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. അപ്പം കടലമാവും ഇപ്പം ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടെ അരച്ചെടുത്തതുമാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരാണ്. ഇനിയിപ്പം തൈര് അലർജി ഉള്ളവര് തൈര് ചേർക്കണ്ട, പാല് ചേർത്താലും മതിയാവും. അപ്പം നമുക്കിതിനകത്ത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പാലാണ്. നമുക്കിതിനകത്തോട്ട് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്താ ഇവിടെ ഇത്രയും കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഈ കടലമാവിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് എത്രയും വേണോ അത്രയും നമ്മൾ കടലമാവ് എടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകാമെന്നറിയാമോ? പാല് ഒഴിച്ചു കൊടുക്കണം. ഇത് കുഴയാൻ ആവശ്യമുള്ള പാല് കേട്ടോ. ഞാനിപ്പോൾ ഇത്രയേ ഒഴിച്ചിട്ടുള്ളൂ. പാലിന് പകരം നിങ്ങൾക്ക് തൈരും ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മളിതാ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നു. നമുക്കൊരു ഫേസിൽ എത്രയും വേണം അത്രയും മാത്രം നമ്മൾ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ ആ കടലമാവിൻ്റെ കളറ് കണ്ടോ, നല്ല ക്രീമി പരുവായിട്ടിരിപ്പുണ്ടല്ലേ. നമ്മൾ പാൽപ്പൊടിയൊക്കെ ഇട്ട് കലക്കുന്ന പോലുള്ളൊരു പ്രതീതി ഉണ്ടല്ലേ, നല്ല സൂപ്പറല്ലേ. ഇതപ്പം നമ്മുടെ പാക്ക് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല സൂപ്പറായിട്ടോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പായ്ക്കാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഇനിയിപ്പം ഫങ്ഷൻ ഒന്നും ഇല്ലെങ്കിലും ശരി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. സ്പോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഫേസ് പാക്ക് അപ്പം നമ്മുടെ റെഡിയായി. പിന്നെ ഇത് കണ്ടോ, ഇത് മിച്ചം വന്നിട്ടുണ്ട്. ഈ മിച്ചം വന്നത് എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. അപ്പം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖത്തിന് എത്ര വേണോ അത്രയും നമ്മൾ എടുക്കുക, നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാ ഫേസ് പാക്കും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഇതും അപ്ലൈ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഇത് കടലമാവായതുകൊണ്ട് കടലമാവിന് ഭയങ്കര ഗുണങ്ങളൊക്കെയാണുള്ളത്. ഒന്നാമത് സ്കിന്ന് നമ്മുടെ അങ്ങോട്ട് സോഫ്റ്റ് ആവും. നമ്മുടെ നമ്മളിതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം നന്നായിട്ട് അറിയാനായിട്ടൊക്കെ പറ്റും. നമ്മളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഫേസിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം നിങ്ങളിൽ കുറേ പേര് പറയും ഫേസ് വെളുത്തിരിക്കുന്നവർക്ക് എന്ത് ചെയ്താലും അറിയത്തില്ല എന്ന്. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതിലെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീഡിയോയിൽ ഇത് കണ്ണിൻ്റെ അടിയിലൊക്കെ പതുക്കനെ ഇത് ഇട്ട് കൊടുക്കാം. പയ്യെ തേച്ച് കൊടുക്കണം. കാരണം സോഫ്റ്റായ സ്ഥലമായതുകൊണ്ട് നമ്മൾ പതുക്കനെ തേച്ച് കൊടുക്കാറുള്ളൂ കണ്ണിനടിയിലൊക്കെ കേട്ടോ. ഇത് ചെയ്തിട്ട് ഈ പാക്ക് ചെയ്തിട്ട് എന്നോട് പറയണം കേട്ടോ, എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി, അടിപൊളിയായിരുന്നോ എന്നൊക്കെ പറയണം. കഴുത്തിൽ ഞാനിപ്പോൾ തേച്ച് കൊടുക്കുന്നില്ല. കഴുത്തിൽ തേച്ച് കൊടുക്കാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കുളിക്കുന്നതിന് മുന്നാണ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കഴുത്തിലൊക്കെ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിപ്പം കഴുത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒന്നാമത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇനിയും നമ്മളിതൊക്കെ മാറിക്കഴിഞ്ഞാൽ തുണി ഉണങ്ങുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടല്ല ശരിക്കും. ഇന്നാണെങ്കിൽ ഭയങ്കര മഴയാണ് കേട്ടോ. അയ്യോ, പൊട്ട് മാറ്റിയില്ലായിരുന്നു നമ്മളല്ലേ, പൊട്ട് മാറ്റിയായിരുന്നു. അപ്പം ഇതിങ്ങനെ ചെയ്ത് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതിയാകും. കണ്ടോ
ഇനി നമുക്ക് ഇതും കൊണ്ട് തന്നെ നമുക്കൊന്ന് പയ്യനെ നമുക്ക് മുഖമൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതൊരു കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ പാടാണ്, അതുകൊണ്ട് തന്നെ കാണിച്ചു തരാം. എപ്പോഴും താഴേന്ന് മേളിലോട്ട് ഇങ്ങനെ പയ്യനെ കേട്ടോ പതുക്കെ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഈ വായുടെ ചുറ്റും കവിള് മൂക്കിലൊക്കെ നന്നായിട്ട് ഇത് കൊടുക്കുക. ഇതിനൊരു ഗുണവും കൂടി ഉണ്ട്. മുഖത്തെ പാട്, ഈ മുഖത്ത് ഗ്ലോ മാത്രം കിട്ടുമെന്ന് മാത്രമല്ല, മുഖത്തെ ചെറിയ കറുത്ത പാടൊക്കെ ഇല്ല, ഇങ്ങനെ കുത്തായിട്ടൊക്കെ ഇരിക്കത്തില്ല, അതൊക്കെ നന്നായിട്ട് മാറുകയും ചെയ്യും ഈ പായ്ക്ക്. അതാണ് ഈ കടലമാവിന് ഭയങ്കര ഗുണങ്ങളാണെന്നതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മുഖത്തെ ചെറിയ ചെറിയ സ്പോട്ടൊക്കെ മാറിയൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇത് എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം ചെയ്യാനാണ്ട് ഫംഗ്ഷന് പോകുമ്പോൾ അയ്യോ ഇന്ന് ഞാൻ ഏത് പാക്കാണ് ഇടുന്നത് എന്നൊന്നും ചിന്തിക്കാനുള്ള സമയം ആർക്കും വേണ്ട. പെട്ടെന്ന് തന്നെ അയ്യോ അജിത ചേച്ചി കാണിച്ചു തന്ന നല്ലൊരു പാക്ക് ഉണ്ടല്ലോ, തക്കാളി ഉരുളക്കിഴങ്ങും വെച്ചുള്ളത്, എന്നാൽ പിന്നെ അത് ചെയ്തേക്കാന്ന് വിചാരിക്കുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വിചാരിച്ചാൽ മാത്രം പോരാ, ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കമന്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം. അതുപോലെ എനിക്ക് വിശ്വാസമുള്ള പാക്കാണിത്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. എനിക്കിപ്പം കുറെ പാക്ക് ഞാൻ പറഞ്ഞല്ലോ അറിയാമെന്ന്. അപ്പം അതിലേതാ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തിട്ടങ്ങ് ഞാനങ്ങ് പോകും. ഇതും എളുപ്പമുള്ള പാക്കാണ്. ഇനി എനിക്ക് അടുത്ത ആഴ്ചയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം ഞാൻ ചെയ്തിട്ട് പോകും. അപ്പം നമുക്ക് അപ്പം ഏത് പാക്കാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കടലമാവ് കാണത്തില്ലായിരിക്കും. അപ്പം കടലമാവ് ഇല്ലാത്ത പാക്കുകളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഈ കടലമാവിൻ്റെ പാക്കാന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇതേ ഇങ്ങനെ ഇപ്പം ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ കഴുത്ത് വേറൊരു കളറ്, മുഖം വേറൊരു കളറായിട്ടിരിക്കും, അതിനെ അനുവദിക്കരുത്. അതുകൊണ്ട് കഴുത്തിലും ചെയ്യണം കേട്ടോ. മുഖത്തെ കറുത്ത പാടുകളും ഒക്കെ മാറും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. കടലമാവ് അത്രയ്ക്ക് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. പിന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളും ഒക്കെ നല്ലതാണ്. തൈര് അലർജി ഇല്ലാത്തവർ തൈര് ചേർത്തോ. ഞാനിപ്പം പാലാ ചേർത്തിരിക്കുന്നത്, അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മുടെ കയ്യിൽ ആ സാധനം ഇല്ല, അതുകൊണ്ട് ഞാൻ ഫേസ് പാക്ക് ഇട്ടില്ല എന്നും പറഞ്ഞിട്ട് ആരും ഇരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാലില്ലെങ്കിൽ തൈര് എടുക്കുക എന്നൊക്കെ ഞാൻ പറയുന്നത്. ഇനിയിപ്പം പാലും തൈരും ഇല്ലെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിലും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പവുമില്ല. നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഒരു ദോഷവും സംഭവിക്കത്തില്ല. നമ്മുടെ സ്കിന്ന് നല്ല ഒന്നും കൂടെ ബ്രൈറ്റും ഗ്ലോയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു പ്രായം കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ മുഖം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊച്ചു പിള്ളേരാകുമ്പോഴത്തേക്കും ഇത് വല്ലപ്പോഴും ഒക്കെ ചെയ്താൽ മതി. കാരണം അവരുടെ സ്കിന്നിന് പ്രശ്നങ്ങളൊന്നുമില്ല, അവർ കൊച്ചു പിള്ളേരല്ലേ. ഇപ്പം നമ്മളെ പോലുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 50 വയസ്സ് കഴിഞ്ഞവരൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതിനെ നന്നായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരിക്കും. അല്ലെങ്കിൽ സ്കിന്നിങ്ങനെ തൂങ്ങി വരും. മനസ്സിലായോ? സ്കിന്ന് ഒരു പ്രായം കഴിയുമ്പോൾ തൂങ്ങത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്നാലും നമ്മുടെ ഈ പ്രായത്തിലൊക്കെ നമുക്കത് കുറേ പരിഹരിച്ച് പോവുകയൊക്കെ ചെയ്യാം. 65 ആകുമ്പോഴത്തേക്ക് തൂങ്ങിക്കോട്ടെന്നേ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴേ തൂങ്ങണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നല്ല പായ്ക്കാണ് കേട്ടോ. അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മളിങ്ങനെ ഫേസിൽ വെച്ചോണ്ടിരിക്കുക. ഇത് ഉണങ്ങാൻ അനുവദിക്കരുത് കേട്ടോ. ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര പാടാ പിന്നെ മുഖത്തുനിന്ന് പോകാൻ. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഭയങ്കര വലിച്ചിലുമാകും. അതുകൊണ്ട് അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ ഉണങ്ങുന്നതിന് മുന്നേ, അതായത് 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങത്തില്ല അങ്ങനെ. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയരുത്, 15 മിനിറ്റ് ആകെ വെക്കാറുള്ളൂ കേട്ടോ. വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പോകാൻ പാടാ. പിന്നെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ചൊക്കെ കളയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം, അത്ഭുതം കാണിച്ചു തരാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഉയ്യോ ഇത്രയും അടിപൊളി ആയിരുന്നോ ഈ ഫേസ് പാക്കിന്, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ 15 മിനിറ്റിന് ശേഷം ഞാൻ കഴുകി കാണിച്ചു തരാം, തുടച്ച് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ആദ്യം തുടച്ച് കാണിച്ചു തരാം, പിന്നെ കഴുകിയിട്ടും വരാം കേട്ടോ. അപ്പൊ കറക്റ്റ് 15 മിനിറ്റ് ആയി. 15 മിനിറ്റ് ആയിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, വെള്ളം വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മുഖത്ത് കുടഞ്ഞേച്ച് ഇത് തുടച്ച് കളഞ്ഞാലും മതിയാകും. അപ്പൊ പൊക്കോളും. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങത്തില്ല കേട്ടോ. അപ്പൊ കാണിച്ചു തരാം.
ഇതാ കണ്ടോ, നല്ല വ്യത്യാസമുണ്ട് മുഖത്ത്, നമ്മുടെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നല്ലതായിട്ട് നല്ല ഗ്ലോ ആയിട്ടുണ്ട് നമ്മുടെ ഫേസ്. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്ന അല്ല, ഞാൻ ശരിക്കും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും എനിക്ക് ഷെയർ ചെയ്യുന്നതിനോട് താല്പര്യമില്ല. ചുമ്മാതെ എന്തിനാ അല്ലേ? നമ്മളിങ്ങനെ ഓരോന്ന് പരീക്ഷിച്ച് നോക്കും. നമുക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് നമ്മളെന്തിനാ ഷെയർ ചെയ്യുന്നത് അല്ല അങ്ങനെ. ഇപ്പം നമ്മുടെ ഫേസിലൊക്കെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, നല്ല ഗ്ലോ ആയില്ലേ കണ്ടോ. ചുമ്മാ പറയുന്നല്ല, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷെ പിന്നെ അപ്പം നമ്മുടെ ഫേസ് ഇതാ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്താ സോഫ്റ്റ്. നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്നാൽ നിങ്ങളുടെ മുഖത്ത് പാടില്ല. എൻ്റെ മുഖത്ത് ചെറിയ പാടുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, ചെറിയ പാടുണ്ട്. പക്ഷെ ഞാൻ ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ പാടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുക കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. പണ്ട് നിറച്ചുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഒരുപാട് കുറവുണ്ട്, 3/4 ഭാഗത്തോളം മാറിയെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം. ഇപ്പൊ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.